എൻ്റെ കൊച്ചു കൂട്ടുകാർക്കായി ഞാൻ ശ്രീഷ്മ. യൂട്യൂബിൽ എന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യൂ. ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഹനുമാനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഹനുമാനെ എല്ലാവർക്കും ഇഷ്ടം? ഹനുമാന് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയും, വളരെ വലിയ വാലുണ്ട്, പിന്നെ ശ്രീരാമൻ്റെ പ്രിയപ്പെട്ട ഭക്തനും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. നിങ്ങൾക്കറിയോ, ഹനുമാൻ്റെ വാലിൽ ഒരു വലിയ മണി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്നുള്ളതാണ് ഇന്നത്തെ കഥ. പണ്ട് രാമൻ യുദ്ധത്തിനായി ലങ്കയിലേക്ക് പോകുമ്പോൾ തൻ്റെ വാനരസേനയും കൂട്ടിയാണ് പോയത്. യുദ്ധം കഴിഞ്ഞപ്പോൾ രാമൻ സുഗ്രീവനോട് പറഞ്ഞു വാനരസേനകളുടെ എണ്ണം കണക്കുകൂട്ടണമെന്ന്. എന്നാൽ അവിടെ വാനരസേനകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. കുറേ വാനരന്മാരെ കാണാനില്ലായിരുന്നു. യുദ്ധസമയത്ത് രാവണൻ്റെ അനിയൻ കുംഭകർണൻ യുദ്ധം ചെയ്യാൻ ഒരു വലിയ രഥത്തിലായിരുന്നു വന്നിരുന്നത്. ആ രഥം വലിയ വലിയ മണികൾ കൊണ്ട് അലങ്കരിച്ചതായിരുന്നു. എന്നാൽ രാമൻ്റെ ഒരു അമ്പ് കൊണ്ട് തന്നെ ആ രഥം കത്തിയെരിഞ്ഞ് ഭസ്മമായി പോയി. അതിൽ അലങ്കരിച്ച മണികളെല്ലാം താഴെ വീണു പോവുകയും ചെയ്തു. അപ്പോൾ ആ മണിയുടെ ഉള്ളിൽ കുറേ വാനരന്മാർ കുടുങ്ങിപ്പോയിരുന്നു. യുദ്ധം കഴിഞ്ഞ് രാമനും സുഗ്രീവനും ലക്ഷ്മണനും ഹനുമാനും കൂടി നടന്നു വരുന്ന സമയത്ത് രാമൻ താഴെ വീണിരിക്കുന്ന മണി കാണുകയുണ്ടായി. രാമൻ ആ മണി നോക്കുന്നത് കണ്ട് ഹനുമാന് രാമൻ്റെ മനസ്സിലുള്ളത് മനസ്സിലായി. എന്നിട്ട് ഹനുമാൻ ഓടിപ്പോയി ആ മണികൾ വാലിലൂടെ തൂക്കിയെടുത്തു. ആ മണി ഒരു പൂ പോലെ എടുക്കുന്നത് കണ്ട് എല്ലാവരും നോക്കി നിന്നു. അപ്പോൾ അതിൽ കുടുങ്ങിയിരുന്ന വാനരന്മാർ ഓടിക്കൊണ്ട് രാമൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആ സമയം രാമൻ തിരിഞ്ഞത് ഹനുമാൻ്റെ നേർക്കാണ്. രാമൻ നോക്കുമ്പോൾ ഹനുമാൻ വളരെ സ്നേഹത്തോടെയും ഭക്തിയോടും കൂടി രാമനെ വണങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ വാലിൽ മണി തൂക്കിയ ഹനുമാനെ പൂജിച്ചാൽ രാമന് വളരെ തൃപ്തിയാകും, വളരെ സന്തോഷമാകും പോലും. ഇതാണ് ഇന്നത്തെ കഥ. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത ഇങ്ങനെയുള്ള കഥകൾക്കായി കാത്തിരിക്കൂ. എല്ലാവർക്കും ബൈ.